നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് കടക്കാൻ ഞാനൊരു എമർജൻസി ലാമ്പ് മേടിച്ചു. അത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് എമർജൻസി ലാമ്പ്. ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഐബെല്ലിൻ്റെ എമർജൻസി ലാമ്പാണ്. ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പൊട്ടിച്ചിട്ടില്ല. ഇന്ന് മേടിച്ചതേ ഉള്ളൂ. വയസ്സുണ്ട് ഇവിടെ കവറിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിനകത്തും സ്പോഞ്ചൊക്കെ ഉണ്ട്. സുരക്ഷിതമായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നിർദ്ദേശം നൽകുന്ന ഒരു ചെറിയ ബുക്കുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തും പേസ്പോർട്ട് വെച്ചിട്ടുണ്ട്. അടിഭാഗത്തും പേസ്പോർട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സുരക്ഷിതമായിട്ട് വയ്ക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഐബെല്ലിൻ്റെ എമർജൻസി ലാമ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്യാരണ്ടി കാർഡാണ്. നെടുവങ്ങാട്ടിൽ നിന്നാണ് മേടിച്ചത്. എന്തെങ്കിലും കുഴപ്പം വന്നാൽ ഈ ഗ്യാരണ്ടി കാർഡ് കാണിക്കണം. ഇപ്പോൾ ഇത് എമർജൻസി ലാമ്പൊന്നും ഇപ്പോൾ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ കടയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. ഉണ്ട്. ഇത് 3 തരത്തിലാണ് ലൈറ്റ് കത്തുന്നത്. LED മാത്രം. ഇത് LED മാത്രമാണ്. ഇപ്പോൾ ഇവിടുത്തെ ട്യൂബ് കാണിക്കാം. LED മാത്രം. ഇത് ട്യൂബ് മാത്രം. ഇത് LED ട്യൂബും കൂടെ ഒരുമിച്ച് കത്തും. പിന്നെ ഇത് ചാർജ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇങ്ങനെ തുറക്കണം. 12 മണിക്കൂറാണ് ചാർജിങ് അവർ. ഇപ്പോൾ ചാർജ് ഉള്ളതുകൊണ്ട് കുറച്ച് സമയം ചാർജ് ചെയ്താൽ മതി. ഇതാണ്. ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് ഇത് വെച്ചും കൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ചുകൊണ്ട് വയ്ക്കാം. ഇത് കൊണ്ട് ഒരു സ്ഥലത്ത് ആവിയിൽ തൂക്കിയിട്ട് നമുക്ക് പ്രകാശം ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേകത, ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് ഓണാക്കിയിട്ടിരുന്ന ഓഫാവും. ഓഫാവും. ഇവിടെ പവർ കട്ട് ആകുമ്പോഴത്തേക്ക് ഓഫാക്കി ഓണാവും. അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഈ ചാർജ് ചെയ്യുന്ന സമയത്ത് ചുവന്ന ലൈറ്റ് കത്തും. ഇത് ഫുൾ ചാർജ് ആകുമ്പോൾ പച്ചയാണ് കത്തുന്നത്. അതിപ്പോൾ ചാർജ് ചെയ്യാൻ വയ്ക്കുകയാണ്. ചുവന്ന ലൈറ്റ് കത്തുന്നു. പിന്നെ ഇതിൽ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ടോർച്ച് ചാർജ് ചെയ്യാൻ പറ്റും. 1 വർഷം ഗ്യാരണ്ടി ഉണ്ട്. അത് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഫുൾ ചാർജ് ആകുമ്പോൾ പച്ച ലൈറ്റ് കത്തും. അതിലേക്ക് കടക്കാം. അങ്ങനെ ചാർജ് ആയി, ഫുള്ളായി. അപ്പോൾ പച്ച ലൈറ്റ് കത്തും. തിരിച്ചതുപോലെ വയ്ക്കുകയാണ്. പച്ച ലൈറ്റ് കത്തി കഴിയുമ്പോൾ ഫുൾ ചാർജാണ്. ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അവർ പറയുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സൂപ്പർ ബ്രൈറ്റ്നെസ്, അതുപോലെ തന്നെ ഹൈ ബ്രൈറ്റ് LED, ലോങ് ലൈഫ്, എനർജി സേവിങ് ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ സോളാർ ജാക്ക് ഉണ്ട്. അതാണ് ഈ കാണുന്നത്. സോളാർ വെച്ച് ഇത് ചാർജ് ചെയ്യാൻ പറ്റും.
പിന്നെ USB ചാർജറുണ്ട്. ഇതിൽ കൂടെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും. തിരിച്ച് അതുപോലെ വയ്ക്കുകയാണ്. ഇതിപ്പോൾ ചാർജിങ് കഴിഞ്ഞു, അതുകൊണ്ട് തിരിച്ച് തുറന്ന് വയ്ക്കുകയാണ്. വെച്ചാൽ ഈ വയറുള്ള കാര്യം പോലും അറിയത്തില്ല. അത്രയ്ക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു എമർജൻസി ലാമ്പാണ്. ഭാരം വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു മാക്സിമം 1 കിലോ വെയിറ്റ് മാത്രമേ ഇതിന് വരികയുള്ളൂ. കൊണ്ട് നടക്കാൻ എളുപ്പമാണ്. ഇതിപ്പോൾ LED മാത്രമാണ് കത്തുന്നത്. ഇപ്പോൾ LED മാത്രമേ ഉള്ളൂ. നല്ല ബ്രൈറ്റ്നെസ്സാണ് ഇതിനുള്ളത്. ഇതിപ്പോൾ 2 മാത്രം. ഇത് 2 LED കൂടിയാണ്. നല്ല പ്രകാശം, രാത്രിയാകുമ്പോൾ നല്ല പ്രകാശമായിരിക്കും. കണ്ടില്ലേ? അങ്ങനെ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ ഇതാ LED മാത്രമാണ് കത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതാ 2 മാത്രമാണ് കത്തിയിരിക്കുന്നത്. ഇപ്പം LED-യും 2-ഉം ഒരേ സമയത്ത് കത്തിയിരിക്കുകയാണ്. അത് നല്ല ബ്രൈറ്റ്നെസ് ഉള്ളതുകൊണ്ടാണ് അത് കാണാൻ പറ്റാത്തത്. രാത്രിയിലാണ് നല്ല പ്രകാശമുള്ളത്. ആ പ്രകാശമാണ് ഈ കാണുന്നത്.